ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോകുന്നത് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന വിശുദ്ധ മിക്കായേലിൻ്റെ ഒരു തീർത്ഥാടന കേന്ദ്രത്തിലേക്കാണ്. ഇന്ന് ഞങ്ങളുടെ കൂടെ വരുന്നത് ഞങ്ങളുടെ കൂട്ടുകാരനായ ആൻ്റണി എന്ന് പറഞ്ഞൊരു ബ്രദറാണ്. ഫോജയിൽ നിന്നുള്ള ഒരു ബ്രദർ. അദ്ദേഹത്തിൻ്റെ കാറൊക്കെ ആയിട്ട് വന്നു. ഞാനും ക്രിസ്ത്യച്ചനും കൂടിയാണ് 1500ഓളം വർഷം പഴക്കമുള്ള വിശുദ്ധ മിക്കായേലിൻ്റെ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് പോകുന്നത്. വലിയൊരു മലയുടെ മുകളിലാണ് ഈ തീർത്ഥാടന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ആ മല അറിയപ്പെടുന്നത് മോൺതെ സാന്ത ആഞ്ചലം, വിശുദ്ധ മിക്കായേലിൻ്റെ മല എന്നാണ് അത് അറിയപ്പെടുന്നത്. ഇവിടെ ഒരുപാട് തീർത്ഥാടകരാണ് 15 നൂറ്റാണ്ടുകളോളമായി കടന്നു വരുന്നത്. വിശുദ്ധ മിക്കായേലിൻ്റെ അത്ഭുതങ്ങളും സംരക്ഷണവും അതുപോലെ തന്നെ സമാധാനവും ആത്മീയ അഭിവൃദ്ധിയും തേടിക്കൊണ്ട് അനേകരായിരുന്നു ഇവിടെ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. ഒത്തിരിയേറെ വളവുകളും തിരിവുകളും ഉള്ള വഴികൾ കടന്നാണ് നമ്മൾ വലിയൊരു ഗുഹയ്ക്കുള്ളിലേക്കാണ് കയറി ചെല്ലുന്നത്. മൗണ്ട് ഗർഗാനോ എന്ന് പറഞ്ഞ മലയുടെ ഉള്ളിലാണ് ഈ ഗുഹ, വിശുദ്ധ മിക്കായേൽ പ്രത്യക്ഷപ്പെട്ട ഗുഹ സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് ഇന്ന് ഏറ്റവും വലിയൊരു തീർത്ഥാടന കേന്ദ്രമായി അത് മാറിയിരിക്കുന്നത്. ഏതാണ്ട് 5-ാം നൂറ്റാണ്ടിൽ 490 AD ആദ്യമായിട്ട് ഇവിടെ വിശുദ്ധ മിക്കായേലിൻ്റെ ഒരു ദർശനം ഉണ്ടാവുന്നത്. പരമ്പരാഗതമായി വിശ്വസിച്ചു വരുന്ന ചരിത്രം ഇതാണ്. അവിടെ വലിയൊരു കൃഷിക്കാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാളക്കുട്ടിയെ കാണാതായപ്പോൾ അദ്ദേഹം അതിനെ അന്വേഷിച്ചു പോയപ്പോൾ ഒരു ഗുഹയ്ക്കുള്ളിൽ കാളക്കുട്ടിയെ കണ്ടെത്തി. പക്ഷെ ആ കാളക്കുട്ടിയെ നോക്കിയപ്പോൾ അത് തൻ്റെ മുന്നിലുള്ള കാലുകൾ നീട്ടിവെച്ച് അവിടെ കുനിഞ്ഞ് നിൽക്കുന്നതായിട്ടാണ് കണ്ടത്. അപ്പോൾ ആ ഗുഹ വളരെ താഴോട്ടായതുകൊണ്ട് ഈ കൃഷിക്കാരന് ഇറങ്ങിച്ചെല്ലാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ അദ്ദേഹം ഒരു അമ്പെടുത്ത് ഈ കാളക്കുട്ടിയെ പുറത്തു കൊണ്ടുവരുവാനായിട്ട് എയ്തു. പക്ഷേ ആ അമ്പ് തിരികെ വന്ന് ഇദ്ദേഹത്തെ തെറിച്ചു എന്നാണ് ഒരു ഐതിഹ്യവും പാരമ്പര്യവും ഉള്ളത്. പെട്ടെന്ന് തന്നെ ആ കൃഷിക്കാരൻ ഓടിപ്പോയി അവിടെ ഉണ്ടായിരുന്ന അന്നത്തെ ബിഷപ്പിനോട് ഇക്കാര്യം അറിയിക്കുകയും അതിനുശേഷം ബിഷപ്പ് ഒരു പ്രത്യേക 3 ദിവസത്തേക്ക് ഒരു പ്രാർത്ഥനയും പരിഹാര പ്രവൃത്തിയും ചെയ്യുവാനായിട്ട് അവരോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഇതേ സമയം തന്നെ ആ രാത്രിയിൽ ഈ ബിഷപ്പിന് ഒരു ദർശനം ഉണ്ടാവുകയും വിശുദ്ധ മിക്കായേലിൻ്റെ ഒരു ദർശനമാണ് ഉണ്ടായത്. വിശുദ്ധ മിക്കായേൽ പറഞ്ഞു, ഞാൻ ആർക്കേഞ്ചൽ മൈക്കിളാണ് എന്ന് വെളിപ്പെടുത്തി. ഞാൻ ദൈവിക സാന്നിധ്യമുണ്ട്, ഈ ഗുഹ ഇന്നു മുതൽ വിശുദ്ധമായിരിക്കുമെന്ന് അദ്ദേഹം അറിയിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ രണ്ടാമത് നടന്ന ഒരത്ഭുതം, ഈ മലയിലേക്ക് ശത്രുക്കൾ യുദ്ധം ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ഈ പിതാവ് ബിഷപ്പ് വിശുദ്ധ മിക്കായേലിൻ്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചപ്പോൾ അവിടെ വലിയ ഇടിമിന്നലുണ്ടാവുകയും ഭൂമി കുലുങ്ങുകയും ഒക്കെ ചെയ്ത് ശത്രുക്കളിൽ നിന്ന് ഇവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികളെ രക്ഷപ്പെടുത്തി എന്നുള്ളൊരു ഐതിഹ്യം കൂടെ, വിശ്വാസ പാരമ്പര്യം കൂടെ ഇവർക്കിവിടെയുണ്ട്. ഞങ്ങൾ ആ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ തൊട്ട് മുന്നിൽ ചെന്നപ്പോൾ അവിടെ ഒരു തെരുവ് നാടകം നടക്കുന്നുണ്ടായിരുന്നു. അന്ന് ശത്രുക്കൾ എങ്ങനെയാണ് ഇവിടെ വസിച്ചിരുന്നവരെ ആക്രമിച്ചതെന്നും വിശുദ്ധ മിക്കായേലിൻ്റെ പ്രത്യേക സംരക്ഷണം വഴി അവരെങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു എന്നൊക്കെ ഓർമ്മപ്പെടുത്തുന്ന ഒരു തെരുവ് നാടകം കുറച്ചു നേരം ഞങ്ങൾ കാണുകയും അതിനുശേഷം ഞങ്ങൾ നടന്ന് ആ തീർത്ഥാടന കേന്ദ്രത്തിൽ എത്തിച്ചേർന്നു. ഇവിടെയാണ് ആ തീർത്ഥാടന കേന്ദ്രം. നല്ല മണിമാളികയൊക്കെ ഉണ്ട്. ഇവിടെയാണ് ഈ സ്ഥലം. വിശുദ്ധ മിക്കായേൽ ഉണ്ടായിരുന്ന മെത്രാനോട് പറഞ്ഞത്, ഇവിടെ ഇനി ഈ ദേവാലയം വിശുദ്ധീകരിക്കപ്പെടേണ്ട ആവശ്യമില്ല, കോൺസെക്രേറ്റഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഇത് ഞാൻ ഓൾറെഡി എൻ്റെ സാന്നിധ്യം മൂലം ഇത് വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, അതുകൊണ്ടാണ് ഈ ദേവാലയമാണ് ലോകത്തിലെ തന്നെ ഒരിക്കലും കോൺസെക്രേറ്റഡ് ആകാത്ത. സാധാരണ ഒരു പുതിയ ദേവാലയം പണിയുമ്പോൾ അവിടെ വന്ന് പലരും ബിഷപ്പുമാർ കോൺസെക്രേറ്റ് ചെയ്യും ആ ദേവാലയം. അങ്ങനെ ഇല്ലാത്ത അതായത് വിശുദ്ധ മിക്കായേൽ തന്നെ കോൺസെക്രേറ്റ് ചെയ്യപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരിതാണ്. നമ്മൾ പടവുകൾ ഇറങ്ങിയാണ് ആ ഗുഹയിലേക്ക് പോകുന്നത്. ഇവിടെ നമ്മൾ ഈ പടവുകൾ ഇറങ്ങുമ്പോൾ കാണുന്നത് ഓരോ ഭിത്തിയിലും ഈ 6-ാം നൂറ്റാണ്ട് തൊട്ട് ഇവിടെ വന്നിരുന്ന തീർത്ഥാടകർ അതിൻ്റെയൊക്കെ രേഖപ്പെടുത്തലുകൾ ആ ഭിത്തികളിൽ എഴുതി വച്ചിട്ടുണ്ട്. പലരും പല സ്ഥലങ്ങളിൽ നിന്ന് വന്നതിനെക്കുറിച്ചും
ഇവിടെ നിന്ന് കിട്ടിയ അത്ഭുതങ്ങളും എല്ലാം അവർ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ നടന്ന് താഴെ ചെല്ലുമ്പോൾ കാണുന്ന ഗുഹ. ഇത് നാച്ചുറൽ ഗുഹയാണ്, ഇത് പണിയപ്പെട്ട ഗുഹയല്ല. ഇതേപോലെ തന്നെയായിരുന്നു ആ ഗുഹ ഉണ്ടായിരുന്നത്. ഇവിടെ വിശുദ്ധ മിഖായേൽ തിന്മയുടെ ശക്തിയുമായിട്ട് പോരാടിയതിനെയും അതിനുശേഷം തിന്മയുടെ ശക്തി ഇതിലൂടെ രക്ഷപ്പെട്ടു എന്നും വിശ്വസിക്കപ്പെടുന്നു. ഈ ചെറിയ ഗുഹയിലൂടെ അങ്ങനെ പോരാടിയ സ്ഥലത്താണ്. അതുപോലെ തന്നെ വിശുദ്ധ മിഖായേൽ പ്രത്യക്ഷപ്പെട്ട ആ എക്സാക്റ്റ് സ്പോട്ടിലാണ് ആ രൂപം വെച്ചിരിക്കുന്നത്. ഈ തീർത്ഥാടനത്തിൽ അനേകരാണ് വന്ന് പ്രാർത്ഥിക്കുന്നത്. വിശുദ്ധ മിഖായേലിൻ്റെ സംരക്ഷണവും അനുഗ്രഹവും നിങ്ങളുടെ മേലുണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.